അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ പെട്ട ഒരു വലിയ അത്ഭുതമായ ഇസ്മാണ് അൽ വദൂദ്. നിങ്ങൾ സ്നേഹിക്കുന്നതിന് മുമ്പേ അവൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന്. അതാണ് അൽ വദൂദ്. അള്ളാഹുവിൻ്റെ ഈ നാമം കേവലം സ്നേഹിക്കുന്നവൻ എന്ന് മാത്രമല്ല, സൃഷ്ടികളിലേക്ക് പ്രണയം ചൊരിയുന്നവനും പ്രണയം സ്വീകരിക്കുന്നവനും എന്ന അർത്ഥവും ഇതിനുണ്ട്. ഇരട്ട സ്നേഹം. അൽ വദൂദ്, ഒന്ന് പ്രണയം ചൊരിയുന്നവൻ, ദ ലവിങ് വൺ. അള്ളാഹു തൻ്റെ സൃഷ്ടികളിലേക്ക്, പ്രത്യേകിച്ച് വിശ്വാസികളിലേക്ക് നിരന്തരം സ്നേഹം ചൊരിയുന്നു. രണ്ട്, പ്രണയം സ്വീകരിക്കുന്നവൻ, ദ ബിലവഡ് വൺ. അവൻ്റെ അനുയായികളിൽ നിന്ന് ശുദ്ധമായ ഇഷ്ഖ്, പ്രണയം സ്വീകരിക്കുന്നവനാണ് അള്ളാഹ്. അൽ വദൂദ് എന്ന നാമത്തെ ഇലാഹി സ്നേഹത്തിൻ്റെ ഉറവിടമായും ലക്ഷ്യമായും നമ്മൾ കാണണം. പ്രപഞ്ചത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ സ്നേഹബന്ധവും ഈ വദൂദ് എന്ന ഉറവിടത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു അംശം മാത്രമാണ്. ഇതൊരു ദാഹമാണ്. ഈ സ്നേഹിതനെ ഓർത്തുള്ള നിലവിളി, പ്രണയം. അൽ വദൂദ് എന്ന നാമത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു ദാഹി ഇഷ്കിലേക്ക് പ്രവേശിക്കുന്നത്. സാധാരണയായി ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്നാൽ അൽ വദൂദ് ആയ അള്ളാഹു നമ്മൾ ആരുമല്ലാത്ത സമയത്തും തെറ്റുകൾ ചെയ്തിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നു. അള്ളാഹു ഖുർആനിൽ പറയുന്നത് പോലെ അള്ളാഹു അവരെ സ്നേഹിക്കുന്നു, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നു. ഈ ഒരു ആയത്തിൽ അള്ളാഹു ആണ് ആദ്യം സ്നേഹം പ്രഖ്യാപിക്കുന്നത്. അതാണ് അൽ വദൂദ്. അൽ വദൂദ് എന്ന് പറയുമ്പോൾ ആശിഖീങ്ങൾ അവരുടെ മനസ്സിൽ വരുന്ന ആശയം എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാനും നിന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ സ്നേഹം നിന്റെ സ്നേഹത്തിനുള്ള പ്രതികരണമാണ്. ഈ ഈമാൻ്റെ കീറലുകൾ, അതായത് ഈ വെളിച്ചത്തെ ഇല്ലാതാക്കിയ കാരണങ്ങൾ, അതിനെ തിരിച്ച് വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ വദൂദ്, അത് അൽ വദൂദ് എന്ന ദിക്ർ വലിയ ആശ്വാസം നൽകും. ആ ദിക്ർ ആ വെളിച്ചത്തിനെ തിരിച്ച് നൽകാൻ സഹായിക്കും. പാപങ്ങൾ കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോയി എന്ന് തോന്നുമ്പോൾ യാ വദൂദ് എന്ന നാമം അള്ളാഹുവിൻ്റെ സ്നേഹത്തെ ഓർക്കാൻ, അവൻ്റെ സ്നേഹം ലഭിക്കാൻ അതിന് കാരണമാണ്. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് ഹൃദയത്തിൽ പറയുമ്പോൾ റബ്ബേ, നിൻ്റെ പ്രണയം എന്നിൽ നിറയ്ക്കണം. നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം, നിൻ്റെ ഇഷ്ടത്തിലേക്ക് നയിക്കുന്ന എല്ലാ കർമ്മങ്ങളോടുമുള്ള സ്നേഹവും എനിക്ക് നൽകണമേ എന്ന് നമ്മൾ ഹൃദയത്തിൽ ആ ഇസ്മിലൂടെ നമ്മൾ പറയണം അള്ളാഹുവിനോട്.